രാത്രി വീട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് ചോദിച്ചതാണ് ഒരു ചായ കുടിക്കാൻ പോയാലോ. ചോദിക്കേണ്ട താമസം വാ പോവാന്നുള്ള രീതിയിൽ ഒരുത്തനെ സെറ്റ്, രണ്ടാമത്തവൻ സെറ്റ്, മൂന്നാമത്തവൻ സെറ്റ്, അങ്ങനെ ഞങ്ങൾ നാലാളും കൂടി നമ്മുടെ ചുരത്തിൽ താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം ഏതും പറയാട്ടോ, എന്താണെങ്കിലും അവിടെ നാലാം വളവ് പോയിട്ട് ചായ കുടിക്കുകയെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് കട്ടൻ ചായ, കാടമുട്ട, കപ്പ ബിരിയാണി ഇതിന് വേണ്ടിയിട്ടാണ് സ്ഥിരം പോവാറ്. അധികമൊന്നും കഴിക്കില്ല, പോവുക കുറച്ച് കഴിക്കുക. പക്ഷേ ആ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നത് അതൊരു സന്തോഷവും ഒരു രസവും തന്നെയാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ തട്ടി വീഴാൻ പോകുമ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് താഴേക്ക് നോക്കി നടക്കടാന്ന്. പക്ഷേ ഇന്നത്തെ ദിവസം മൊത്തം നോട്ടം മുകളിലേക്ക് കേട്ടോ. ഒന്നാമത് നബിദിനത്തിൻ്റെ പരിപാടീൻ്റെ അവസാന ഘട്ടമായതുകൊണ്ട് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാം, ഇന്ന് രക്തചന്ദ്രനെ കാണാം എന്നൊക്കെയുള്ള കുറേ മെസ്സേജുകൾ വാട്സപ്പിൽ ഇങ്ങനെ വന്നാണ്. ഇന്ത്യൻ സമയം ഏകദേശം 8:58 ഗ്രഹണം ആരംഭിക്കുക. 11:41 ഗ്രഹണം പൂർത്തിയാകുന്നതാണ് മെസ്സേജിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇന്ന് ചെറിയൊരു മാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നി. അപ്പോൾ തോന്നുന്ന സമയത്ത് നമ്മൾ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെർച്ചിങ് തന്നെ എന്തായാലും വേണ്ടില്ല, എന്താ സംഭവിക്കുന്നതെന്നുള്ള ഫോട്ടോസ് എടുക്കുള്ളൂ. ചെറുപ്പത്തിൽ അമ്പിളിമാവനെ കാണിച്ചു തന്നിട്ട് ചോറ് തിന്നാൻ പറയല്ലേ, അന്ന് നമ്മളെ നോക്കിയ മാതിരിയാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരെല്ലാവരും നോക്കുന്നത്. ഇന്ന് ചന്ദ്രനെ നോക്കി ഏതായാലും ചുരത്തിൻ്റെ മുകളിലെത്തിയൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. എന്താണെങ്കിലും കഷ്ടപ്പെട്ട് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ പറയണം. ഞാൻ ഏതായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ചന്ദ്രനെ നോക്കി നമ്മളെ ഫേവറേറ്റ് സ്പോട്ടിലെത്തിയിട്ടോ. ഇവിടെ ഇരിക്കാനുള്ളൊരു കാണിച്ചു തരാം. പഴയ മരത്തിൻ്റെ മുട്ടിയില്ലേ വേസ്റ്റ്, ആ മരത്തിൻ്റെ മുട്ടിയൊക്കെ ആണി അടിച്ചിട്ട് ഒരു ഇരിപ്പിടം പോലെ സെറ്റാക്കിയാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല സുഖം കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു ഐഡിയ. അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മളെ സ്ഥിര ഐറ്റംസ് ഒക്കെ തന്നെ ആയിട്ട് ഓർഡർ ചെയ്ത് കട്ടൻ ചായ, കപ്പ ബിരിയാണി, കാടമുട്ട കുറച്ചോ കഴിച്ചില്ല കേട്ടോ. എന്നാൽ അത് വയറ് ഫുള്ളായിട്ടാണ് വീട്ടിൽ നിന്ന് തന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് കുറച്ച് കഴിച്ചു. പിന്നെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കേട്ടോ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. എന്ത് മസാലയ്ക്കല്ല അവർ കൂട്ടൽ, അങ്ങനെ കുറേ ആലോചിച്ചു. ഞാൻ മാത്രമല്ല ഞങ്ങൾ നാലാളും അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച വരെ ചെയ്തെന്ന്. എന്താണെങ്കിലും അടിപൊളി ചായ. അങ്ങനെ എന്താണെങ്കിലും ചന്ദ്രഗ്രഹണവും പൂർത്തിയായി, ഞങ്ങളെ ചായ പരിപാടിയും പൂർത്തിയായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ബായ്.